അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ബ്രോക്കോളി എഗ് റെസിപ്പിയാണ്. അതിപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കഴിച്ച് അതിന് വേണ്ടി നമുക്ക് ആദ്യം വേണ്ട ഒരു ബ്രോക്കോളിയാണ്. നമ്മൾ മുറിച്ച് നല്ല കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഉപ്പിട്ട് കൊടുക്കാം കുറച്ച്. അതിനുശേഷം നമുക്ക് 5 മിനിറ്റ് റെസ്റ്റിന് വെക്കാം. അപ്പോൾ കഴിച്ച് അതോടെ നമ്മളിവിടെ 5 മിനിറ്റ് റെസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകി എടുത്തിട്ട് വരാം. അപ്പോൾ കഴിച്ച് 5 മിനിറ്റ് റെസ്റ്റിനൊക്കെ കഴിഞ്ഞ് നമ്മളിത് കഴുകി എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കഴിച്ച് ഇനി നമുക്ക് ഇതിനുള്ള ആവശ്യമായ സാധനങ്ങളാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ ഇഞ്ചിയാണ്, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, മുന്തിരി, കാഷ്യൂനട്ട്, പിന്നെ നമ്മൾ കരിവേപ്പില, പിന്നെ ഒരു സവോള, പിന്നെ നമ്മൾ 2 മുട്ട. അപ്പോൾ കഴിച്ച് നമുക്ക് നമ്മളെ പാൻ അടുപ്പത്തേക്ക് വെക്കാം. എന്നിട്ട് ആദ്യം തീ കത്തിച്ചു നമ്മളെ പാൻ ഇത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴിച്ച് നമ്മൾ പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കഴിച്ച് നമ്മൾ എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മളെ പടക്കങ്ങൾ പൊട്ടിത്തെറിക്കുന്നുണ്ട്. എനിക്ക് വല്ല പേടിയാണ്, എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി നമ്മൾ ഇതിലേക്ക് ഇൻഗ്രീഡിയൻസ് ഇടാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഇഞ്ചിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, പിന്നെ വെളുത്തുള്ളി. അതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ് നോക്കൂ, വല്ലാണ്ട് പൊട്ടിത്തെറിക്കുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് സവോള ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സവോള ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. നമുക്ക് സവോള പെട്ടെന്ന് വരലാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ കഴിച്ച് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടാം. അപ്പോൾ കഴിച്ച് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും മിക്സാക്കി കൊടുക്കാം. അപ്പോൾ കഴിച്ച് നമുക്ക് ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കാം നന്നായിട്ട്. അപ്പോൾ കഴിച്ച് ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് നമുക്ക് ബ്രൊക്കോളി ഇട്ട് കൊടുക്കാം. നന്നായി വരണ്ടതിന് ശേഷം മാത്രമേ ബ്രൊക്കോളി ഇടാൻ പാടുള്ളൂ. കഴിച്ച് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ കഴിച്ചാൽ നമ്മൾ ആ മൂടി വെച്ച സമയത്ത് നമുക്ക് എഗ്ഗ് പൊട്ടിച്ച് വയ്ക്കാം. ഫസ്റ്റ് ഒന്നാമത്തെ എഗ്ഗായി, ഇത് നമ്മൾ രണ്ടാമത്തെ എഗ്ഗ്. അതെങ്കിലും നല്ല ഉണ്ണിയോടെ കിട്ടിയല്ലോ. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കാം. കഴിച്ച് നമുക്ക് നമ്മൾ മൂടി മാറ്റി തുറന്ന് നോക്കിയതിന് ശേഷം ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ കഴിച്ച് നമുക്ക് ഇതിനകത്തേക്ക് പാൻ വെച്ച് കൊടുക്കാം. നമുക്ക് പാൻ ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ പാൻ നല്ല ചൂടായി പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ചും നമ്മൾ മുട്ട ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഗൈസ് ഇനി നമുക്കൊന്ന് മറിച്ചിട്ടാം. മറിച്ചിടാനൊക്കെ ഭയങ്കര പാടാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ മുട്ട മരിഞ്ഞ് വേണ്ടിയിട്ട് ഇനി നമുക്ക് നല്ല ചിക്കി ചിക്കി ആക്കി കൊടുക്കാം. ഇടിച്ച് ചിക്കി ചിക്കി ആക്കി കൊടുക്കാം. നല്ല നമ്മളെ മുട്ട നല്ല ഇതായി. അപ്പോൾ നമ്മൾ ഇതോടെ നമുക്ക് ചിക്കി ചിക്കി ആയിട്ടുണ്ട്. നമുക്ക് അതിന് ശേഷം ചിക്കി ആയതിനു ശേഷം നമുക്ക് തീ ഓഫ് ആക്കി കൊടുക്കാം. അപ്പോൾ കഴിച്ച് നമ്മളെ ബ്രൊക്കോളി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറക്കാം. എന്നിട്ട് നമുക്ക് നമ്മളെ എഗ്ഗ് ബുർജി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ആക്കാം. അപ്പോൾ കഴിച്ച് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇടാം. നമ്മളെ ബ്രൊക്കോളിക്കകത്തേക്ക് പിന്നെ കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും മിക്സ് ആക്കിക്കൊണ്ടിരിക്കാം നന്നായിട്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഈ മുന്തിരിയും കാഷ്യൂനട്ടും ഓപ്ഷണലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, വേണ്ടെങ്കിൽ ചൂസ് ചെയ്യണ്ട. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് 5 മിനിറ്റ് അടച്ചു വെക്കാം. അപ്പോൾ ഗൈസ് ഇതോടെ നമ്മളിവിടെ ബ്രൊക്കോളി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നിട്ട് നമ്മൾ നാരങ്ങ നന്നായി പിഴിഞ്ഞം കൊടുക്കുക. അതിന് ശേഷം നമുക്ക് നമ്മളെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചോര അതോടെ നമ്മളെ ബ്രൊക്കോളി എഗ്ഗ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഒരിക്കലും ബ്രൊക്കോളി അധികം വേവിക്കരുത്. നമ്മളെ നല്ല പോഷകമുള്ള സാധനമാണ്, അതുകൊണ്ട് ഒരിക്കലും അധികം വേവിക്കരുത്. അപ്പോൾ ഗൈസ് അതോടെ നമ്മളിത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മളെ സെർവിങ് പ്ലേറ്റ് ഇതാണ് ഗൈസ്, ഇതിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഗൈസ് അതോടെ നമ്മളിവിടെ നല്ല ചൂട് ബ്രൊക്കോളി എഗ്ഗ് നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടുണ്ട് ഗൈസ്. നമുക്ക് നല്ല ആവിയാണ് പൊന്തി വരുന്നത്. കഴിച്ച് നോക്കാം. നല്ല ചൂടാണ്, വായി പൊള്ളോ എന്നുള്ള ഡൗട്ടിലായിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. എല്ലാവരും വീട്ടിൽ ചെയ്യേണ്ട നല്ല മസ്റ്റ് ട്രൈ സാധനമാണ്. നല്ല രാത്രിക്ക് ചപ്പാത്തിയുടെ കൂടുതലൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മളുടെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും എല്ലാവരും ചെയ്യുക. ഓക്കെ ബൈ. അടുത്ത വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.